ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ? ഇന്ന് ഞങ്ങൾ ക്ലാസ്സിലുണ്ടല്ലോ, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും പൊതിച്ചോറ് കൊണ്ടുവരാന്നുള്ള പ്ലാൻ ആക്കിയിട്ടാ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ പൊതിച്ചോറ്. അങ്ങനെ എൻ്റെ പൊതിച്ചോറിൽ എന്തൊക്കെ ആക്കിയെന്ന് അറിയണ്ടേ? ആദ്യം നമ്മുടെ ചോറ്, അതെന്തായാലും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. പിന്നെ ചോറിട്ടതിന് ശേഷം പിന്നെ നമ്മൾ കായപ്പേരിയാണ്, പിന്നെ പുതിനയിലയും മല്ലിയിലയൊക്കെ കൂട്ടിച്ചേർത്തുള്ള തേങ്ങയൊക്കെ കൂട്ടിച്ചേർത്തുള്ള നല്ല തേങ്ങാ ചമ്മന്തി, പിന്നെ നല്ല കടുമാങ്ങ അച്ചാർ, അത് വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ സുർക്കയിലിട്ട ചീനമുളക് വറുത്തതാണ്, പിന്നെ ഒരു ഓംലേറ്റും, പിന്നെ മീൻ വറുത്തതാണ് കേട്ടോ. മീൻ വറുത്തത് നമ്മൾ സാധാ രീതിയിൽ വറുത്തതല്ല, നമ്മൾ പുളിവെള്ളത്തിലൊക്കെ ഇട്ട് വറ്റിച്ച് വറുത്തതാണ്. നല്ല കിളിമീനാണ് കേട്ടോ. എന്നിട്ട് അതൊക്കെ കൂടി നല്ല വാട്ടിയ ഇലയിൽ, വാഴ ഇലയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. രാവിലെ പൊതിഞ്ഞു വെച്ച പൊതിയല്ലേ. ഈ 2 പൊതി എന്താണെന്നറിയോ? ഒന്ന് അമ്മയ്ക്ക് കൂടിയും പൊതിഞ്ഞാണേ വീട്ടിൽ കഴിക്കാൻ. ഞങ്ങളിങ്ങനെ രാവിലെ പൊതിഞ്ഞു വെച്ച പൊതി ഉച്ചയ്ക്ക് ഇങ്ങനെ തുറക്കുമ്പോഴൊരു സ്മെല്ലുണ്ട്. ഹൈവ, സ്മെല്ല് മാത്രമല്ല കേട്ടോ, കഴിക്കാനോ അടിപൊളിയായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ആർക്കെങ്കിലും നെസ്റ്റ് അടിക്കുന്നുണ്ടോ? പണ്ടത്തെ കാലത്തൊക്കെ നിങ്ങളിതുപോലെ പൊതിച്ചോറ് കെട്ടിപ്പോയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ സംഭവം ഉണ്ടല്ലോ. ഇതിന്ന് എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു പിടി വായലിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ നമ്മളെ മാത്രമല്ലല്ലോ നമ്മളെ കഴിക്കുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എല്ലാവരുടെ കറികളും എല്ലാ ഐറ്റംസും കഴിക്കുമല്ലോ. അപ്പോൾ വയറ് നിറഞ്ഞു എന്തായാലും അന്നത്തോടെ. അത്രയേ ഉള്ളൂ. ബായ്.